മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ അധികൃതരുടെയും സിവിൽ ഡിഫൻസ് TDRF വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ കാടപ്പടി ലാൻസ്റ്റർ ഫാമിലി സ്പോർട്സ് ഹബിൽ സൗജന്യ നീന്തൽ പരിശീലനം നടന്നു. മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഹൗസിംഗ് ഓഫീസർ പ്രദീപ് പാമ്പലത്ത് ഉദ്ഘാടനം ചെയ്തു. ജലാശയ അപകടങ്ങളെ ഒഴിവാക്കാനും അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താനുമാണ് സൗജന്യ നീന്തൽ പരിശീലനം നടത്തിയത്. 85ലേറെ വിദ്യാർത്ഥികളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. കുട്ടികളുടെയും മുതിർന്നവരുടെയും ജലാശയ അപകട മരണങ്ങൾ അധികരിക്കുന്ന സമയത്താണ് ഇതിനെല്ലാം തടയിടാനായി മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ നേതൃത്വത്തിൽ മിടിപ്പ് പദ്ധതിയിലൂടെ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത്. 82ഓളം കുട്ടികളെ ഇന്ന് നീന്തൽ പരിശീലിപ്പിച്ചു. അതിൽ 10-20ഓളം കുട്ടികൾ പൂർണ്ണമായിട്ടും ഇന്നു തന്നെ നീന്തൽ പഠിക്കാൻ കഴിഞ്ഞു. ബാക്കി പകുതി രീതിയിലായി. ഇതുപോലെ 1ാം ഘട്ടമായിട്ട് അടുത്ത 2ാം ഘട്ടത്തിലും പരിപൂർണമായിട്ടും ഈ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുകയാണ്. കേരളത്തിൽ നടക്കുന്ന മുങ്ങിമരണങ്ങളുടെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും സിവിൽ ഡിഫൻസും കൂടി ചേർന്ന് നടത്തുന്ന മിടിപ്പ് പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ നവംബർ 14 മലപ്പുറം ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി അടുത്ത നവംബർ 14 വരെ നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ്. മലപ്പുറം ജില്ലയിലെ മിടിപ്പ് പദ്ധതി മാതൃകാപരമാണെന്നും മറ്റു ജില്ലയിലും ഇത്തരം പരിപാടികൾ ആരംഭിക്കാൻ പരിശ്രമിക്കണമെന്നും ഉദ്ഘാടനത്തിൽ പ്രദീപ് പാമ്പലത്ത് ആവശ്യപ്പെട്ടു. കുട്ടികളുടെ അപകട മരണങ്ങൾ ഒഴിവാക്കാൻ നിർബന്ധമായും പ്രാധാന്യത്തോടെ കണ്ട് നീന്തൽ പരിശീലനം ലഭ്യമാക്കണമെന്നും അപകട ദുരന്തങ്ങൾ തടയുന്ന പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളും സന്നദ്ധ വോളണ്ടിയർമാരും പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. TDRF കോർഡിനേറ്റർ ഫസൽ കാടപ്പടി അധ്യക്ഷത വഹിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രജിത് KK, ഹോംഗാർഡ് P സുരേഷ്, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ ദിലീപ്, ദേവദാസ്, പ്രമോദ്, ഹുസ്ന, രജനി, ഹൈറുന്നീസ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും പരിശീലനം തുടരും. വിദ്യാർത്ഥികളുടെ നീന്തൽ പരിശീലനത്തിൽ ഫയർഫോഴ്സ് അധികൃതരെ നാട്ടുകാർ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.